ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ ഞാൻ തായ്ഫിൽ നിന്ന് സേഫായിട്ട് ഞാനിവിടെ എത്തി. ഞാനിപ്പോൾ ദമാമിലാണ്. തായ്ഫിൽ നിന്ന് വന്നു കഴിഞ്ഞിട്ടുള്ള അടുത്ത വീഡിയോ ആണ് ഞാൻ പോസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഇന്ന് ആണെങ്കിൽ നിങ്ങളുടെ മുന്നിലോട്ട് ഒരു വ്യത്യസ്തമായിട്ട് ഒരു ഫിഷിംഗ് വ്ളോഗ് ആക്കിയാലോ ഞാനിങ്ങനെ ആലോചിച്ചു. കാരണം ഞാനിപ്പോൾ ഓഫീസിലാണ്. ഇനിയിപ്പം ഇവിടെ നിന്ന് ഞാനിപ്പോൾ ഇറങ്ങിയിട്ട് നമുക്ക് നേരെ ചൂണ്ടായിട്ട് മീൻ പിടിച്ചാലോ എന്ന് ഞാനിങ്ങനെ ആലോചിക്കുക. ഗൈസ്, അപ്പം ഞാൻ റൂമിൽ പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് ഇനിയിപ്പം നേരെ ചെമ്മീൻ വാങ്ങിക്കണം. ചെമ്മീനിട്ട് മീൻ പിടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് കയറി കൊരുക്കും. അപ്പം അതിനുള്ള പ്രിപ്പറേഷൻ സാധനങ്ങളും എല്ലാം എടുത്തോണ്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പം ഫിഷ് മാർക്കറ്റിൽ പോയിട്ട് കുറച്ച് ചെമ്മീൻ വാങ്ങിച്ച് നേരെ നമുക്ക് പിടിച്ചോണ്ടാം. ഓക്കെ, കൊഞ്ചുണ്ടോ കേട്ടോ? ചെമ്മീൻ ചെമ്മീൻ അല്ല, എനിക്ക് ജസ്റ്റ് ചൂണ്ടയിടാൻ വേണ്ടിയിട്ടാ. ഒരു 10 റിയാൽ മതി. അപ്പോൾ ഗൈസ്, നമ്മൾ ഫിഷ് വാങ്ങിക്കാൻ വന്ന് അപ്പം നമ്മുടെ ദമാമിൽ തന്നെയുള്ള ഫ്രഷ് ഫിഷ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചെറിയൊരു ഫിഷിംഗ് ഷോപ്പുണ്ട്. കാരണം നമ്മൾക്ക് എൻ്റെ അടുത്ത് ഉള്ളത് ഫിഷ് മാർക്കറ്റായിട്ടുള്ളത് ഇതാ കേട്ടോ. അല്ലെങ്കിൽ പിന്നെ നമ്മുടെ മെയിൻ മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ ഇന്ന് നാളെ ഒന്നും ഇറങ്ങാൻ പറ്റത്തില്ല. കാരണം നമുക്ക് ഇച്ചിരി സാധനം മതിയല്ലോ. പിന്നെ നമുക്ക് ഇവിടെ തന്നെയാണ്, കുഴപ്പമില്ല. അപ്പം ഇനി നമുക്ക് അങ്ങോട്ട് ഇറങ്ങാം. അപ്പോൾ ഗൈസ്, അപ്പം നമ്മൾ ചെമ്മീനും വാങ്ങിച്ചിട്ടുണ്ട്. ഇനി നേരെ നമുക്ക് കോർണിഷിലോട്ട് പോകാം. കോർണിഷിലോട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ സമയം ഇപ്പോൾ എത്രയായി? ഒരു 5:45 കറക്റ്റായി. ഇപ്പോൾ കുറച്ചും കൂടെ കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് സൺസെറ്റ് അവിടെ എന്നാണ് ഞാൻ കാണാൻ കേട്ടോ. ഞാൻ നിങ്ങൾ ഫസ്റ്റ് കോർണിഷിലും പോകും, പക്ഷേ നമ്മൾ കോർണിഷിലല്ല ഞാൻ ചൂണ്ടയിടുന്നത്. അത് കുറച്ചുകൂടെ കടലിൻ്റെ ഒരു സൈഡിലോട്ടാണ് ഞാൻ ചൂണ്ടയിടുന്നത്. അത് ഈ നമ്മുടെ ദമാമിലുള്ള ആൾക്കാർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ ഈ കോർണിഷ് സൈഡ് മാത്രമേ അറിയത്തുള്ളായിരിക്കും. പക്ഷേ അതിനേക്കാളും നല്ല അടിപൊളി ഒരു സ്പോട്ട് ഉണ്ട് കേട്ടോ. നമ്മുടെ ഈ കോർണിഷിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ അക്കരെ സൈഡ്, ആ സൈഡും കൂടെ ഞാൻ നിങ്ങളെ കാണിക്കാം. അപ്പം ഇനിയിപ്പം കറക്റ്റ് 6:30 സൺസെറ്റ് നമുക്ക് കാണാൻ പറ്റും. അത് ഞാൻ കാണിക്കാം നിങ്ങളെ. ഓക്കെ, അപ്പോൾ ഗൈസ്, നമ്മൾ ദമാം കോർണിഷിൽ എത്തിയിരിക്കുകയാണ്. ഇതാണ് ദമാം കോർണിഷിലെ അൽബേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഉള്ളവർക്ക് അത്യാവശ്യം അറിയായിരിക്കും. കാരണം സൗദികളുടെ ഒരു നമ്മുടെ KFC മെക്ഡൊണാൾഡ്സ് പോലെ സൗദികൾക്ക് അതിനേക്കാൾ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളൊരു സാധനമാണ് ഈ അൽബേക്ക്. ഇതിൻ്റെ റെസിപ്പും ചിക്കനും അങ്ങനെ എല്ലാം കുറച്ച് വ്യത്യാസമാണ്. ഇപ്പോൾ തന്നെ അകത്തോട്ട് കയറി കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ക്യൂ ആയിരിക്കും കേട്ടോ അൽബേക്ക് എവിടെയാണെങ്കിലും സൗദി അറേബ്യയിൽ എവിടെ പോയി കഴിഞ്ഞാൽ അൽബേക്കിൽ തിരക്കായിരിക്കും. അപ്പം ഞാനിപ്പോൾ ഇവിടുന്ന് കോർണിഷിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക. അപ്പം ഇതാണ് ഫസ്റ്റ് നമ്മുടെ ദമാം നോർമൽ കോർണിഷ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വൈകിട്ടത്തെ ഒരു സായാഹ്ന സന്ധ്യയൊക്കെ വന്ന് കുത്തിയിരിക്കാവുന്നതും ഒരു ഈവനിങ് വാക്കിംഗ്, അതേപോലെ തന്നെ റണ്ണിങ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു അത്യാവശ്യം രസമാണ്, ഒരു വൈബാണ്. അപ്പം ഇതാണ് മെയിൻ ഇവിടുത്തെ കോർണിഷ്. അപ്പം ഇതിൻ്റെ അക്കരെ സൈഡാണ് നമുക്കിപ്പോൾ പോകേണ്ടത്. ആയതുകൊണ്ട് അധികം ആൾക്കാർ കുറവാണ് കേട്ടോ കോർണിഷിലൊക്കെ. അപ്പം നേരത്തെ നമ്മുടെ ഡിസംബർ ക്ലൈമറ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ നിൽക്കാൻ സ്ഥലം കാണത്തില്ല, ഇഷ്ടം പോലെ ആക്ടിവിറ്റീസാണ്. ഇവിടെ താഴെ ഒരു പൂച്ച കിടപ്പുണ്ട് കേട്ടോ. കാരണം കഷ്ടം മീന് വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുമായിരിക്കും. ആരെങ്കിലുമൊക്കെ ചൂട്ടൊക്കെ ഇടുമ്പോഴത്തേക്കിന് എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുക്കും. അതുകൊണ്ട് ഇങ്ങനെ
പൂച്ചയൊക്കെ ഉണ്ട് ഇവിടെ. പിന്നെ ഇവിടെ കുറേ പൂച്ചകളുണ്ട് കേട്ടോ. നമ്മുടെ സൂര്യനൊക്കെ ഇങ്ങനെ അസ്തമിക്കാറൊക്കെ ഇരിക്കുക. പക്ഷെ നല്ല രസമുണ്ട് ഈ സമയത്ത് നമ്മൾ ഈ വെള്ളത്തിലോട്ട് നോക്കുമ്പോഴത്തേനും ആ ഒരു സൂര്യപ്രകാശം അടിക്കുമ്പോൾ നല്ലൊരു ഗ്ലേസിങ് ഉണ്ട്. അങ്ങനെ അധികം വേസ്റ്റോ കാര്യങ്ങളോ ഒന്നും ഈ വെള്ളത്തിലിടത്തില്ല. ആരും അങ്ങനെ കുപ്പിയോ കാര്യങ്ങളോ ഒന്നും ഇടാത്തതുകൊണ്ട് നമ്മുടെയൊക്കെ നാട്ടിലാണെങ്കിൽ ഒരു ലോഡ് കാണും ഓരോ വേസ്റ്റുകൾ എൻ്റെ ഫ്രണ്ടിൽ. അതുകൊണ്ട് ഇവിടെ അതിൻ്റെ കോർപ്പറേഷനൊക്കെ നല്ല നീറ്റായിട്ട് ആൾക്കാരൊക്കെ നോക്കിയെടുക്കുകയും ചെയ്യുന്നത് സെപ്പറേറ്റ്. നമുക്ക് അവിടെയാണ് പോകാനുള്ളത് കേട്ടോ. അതുകൊണ്ട് അതാണ് ദ്വീപ്. അതെന്ന് പറയുമ്പോഴത്തേനും ഈ കോർണിഷിൻ്റെ അക്കരെ സൈഡിലുള്ളൊരു ദ്വീപാണ്. അപ്പം അവിടെയാണ് നമുക്ക് പോയി ഫിഷ് ചെയ്യേണ്ടത്. കാരണം അതിനപ്പുറത്താണ് കടൽ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ സെൻറ്ററിൽ കൂടെ പോയേക്കുന്നത് ഒരു ചെറിയൊരു ലൈൻ കാണുന്നില്ല, അതാണ് അങ്ങോട്ടേക്ക് നമ്മളെ കണക്ട് ചെയ്യുന്ന ആ ഒരു റോഡെന്ന് പറയുന്നത്. അപ്പോൾ അവിടെ അത്രയും ഭാഗം കല്ല് വെച്ച് കെട്ടിയേക്കുക. അതിൻ്റെ അപ്പുറത്തെ സൈഡാണ് യഥാർത്ഥത്തിൽ കടൽ വരുന്നത്. ഇത് ജസ്റ്റ് കോർണിഷിൻ്റെ സൈഡ് മാത്രമേ ഉള്ളൂ. അധികം തിരയോ കാര്യങ്ങളോ ഒന്നും ഇങ്ങോട്ട് അടിക്കത്തില്ല. അപ്പോൾ നമുക്ക് അങ്ങോട്ടാണ് ഈ പോകേണ്ടത് ഗൈസ്. അപ്പം എന്തായാലും സമയം ലേറ്റാക്കാതെ നമുക്ക് അങ്ങോട്ട് പോവാം. ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ കുറേ പേര് ചൂണ്ടയൊക്കെ ഇടുന്നുണ്ട് ആ സൈഡിൽ. അവിടെ ഒരാൾ ചൂണ്ട ഇടുന്നുണ്ട്. പക്ഷേ ഇവിടെയൊക്കെ ചൂണ്ടയിട്ട് കഴിഞ്ഞാൽ അധികം മീൻ കിട്ടത്തില്ല. കാരണം അവിടെ വെച്ച് ഇങ്ങനെ ബ്ലോക്ക് ചെയ്തേക്കുമല്ലേ. അപ്പോൾ ഇങ്ങോട്ടേക്ക് വലിയ നല്ല മീനുകൾ കയറി വരത്തില്ല. അപ്പം എന്തായാലും നമുക്ക് അങ്ങോട്ടേക്ക് പോകാം ഗൈസ്. ഞാനപ്പോൾ വണ്ടി എടുത്ത് അപ്പോൾ ഇവിടെ ചെറിയൊരു കടയുണ്ട് കേട്ടോ. ഞാൻ എല്ലാവട്ടും ഈ നമ്മുടെ ഗാവയില്ലേ, ഈ സൗദികളുടെയൊക്കെ നമ്മുടെ ഒരു ചായ പോലുള്ളൊരു സാധനം. പക്ഷേ അതിനകത്ത് ഇവർ കുറേ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ടിട്ട് ഒരു സാധനമുണ്ട്. അപ്പോൾ ഞാനത് ഒരെണ്ണം കുടിച്ചിട്ട് നൈസിന് പോകാമെന്ന് വിചാരിച്ചു. അപ്പം ഈ പുള്ളി കൊണ്ടുവരുന്നുണ്ട്. അപ്പം നല്ലതാട്ടോ. ഇത് ഒരു പ്രത്യേക രസമാണ്. നമ്മൾ വൈകിട്ടൊക്കെ കുടിക്കുമ്പോഴത്തേക്കിന് ഒരു രസം. ഇതിനകത്ത് കുറേ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ടിട്ടുള്ള സാധനം. അപ്പം അതും കുടിച്ച് ഇനിയിപ്പം നമുക്ക് നേരെ അങ്ങോട്ട് പോയല്ലോ ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ ഇങ്ങോട്ട് കയറിയിരിക്കുകയാണ് ആ റോഡിലോട്ട്. കാരണം ഇതിൻ്റെ റൈറ്റ് സൈഡിൽ കാണുന്ന ഒരു ഡോൾഫിൻ പാർക്ക് എന്ന് പറഞ്ഞൊരു പാർക്ക് കേട്ടോ. ഡോൾഫിൻ ഇത് രാത്രിയിൽ അത്യാവശ്യം നല്ല ആക്ടിവിറ്റീസൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു സൈഡാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ബൈക്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓരോരോ ബൈക്ക് ഷോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ വെക്കും. അതാകുമ്പം ഇതധികം പ്രശ്നമില്ലാത്ത റോഡാണ് ഇതിൻ്റെ അപ്പുറത്തെ സൈഡ്. അപ്പം ഇതാണ് ഞാൻ പറഞ്ഞ റോഡ്. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന കല്ല് കിട്ടിയിരിക്കുന്നതിൻ്റെ അപ്പുറത്താണ് നമ്മുടെ മെയിനായിട്ടുള്ള കടൽ വരുന്നത്. ഇതിൻ്റെ അപ്പുറത്തെ സൈഡാണ് കോർണിഷ് വരുന്നത്, റൈറ്റ് സൈഡ്. അപ്പം അവിടെ വെച്ചിട്ട് ഈ റോഡ് ഇങ്ങനെ പണിതുകൊണ്ട് അങ്ങോട്ടേക്ക് മീനോ കാര്യങ്ങളോ ഒന്നും കയറി വരത്തില്ല. ഇതിൻ്റെ ഇപ്പുറം ലെഫ്റ്റ് സൈഡിലാണ് യഥാർത്ഥത്തിൽ നമ്മുടെ കടലും കാര്യങ്ങളും എല്ലാം വരുന്നത്. അപ്പം ഇതിൻ്റെ വീക്കെൻഡ് അല്ല, ഇന്ന് ശനിയാഴ്ചയും നോർമലി ഇവിടെ ഒരുവിധം കമ്പനികളൊക്കെ അവധിയാണ്. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ആൾക്കാരൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഒരുപാട് വൈകിട്ടൊക്കെ ആകുമ്പോഴത്തേക്കിനും ഇവിടെ അത്യാവശ്യം ചില സമയത്ത് വീക്കെൻഡിൽ ഡിസംബർ സമയത്തൊക്കെ ഇവിടെ നമുക്ക് നിൽക്കാൻ പോലും സ്ഥലം കാണത്തില്ല, വണ്ടി അങ്ങോട്ട് അനക്കാൻ പോലും സ്ഥലം കാണത്തില്ല കേട്ടോ. ഫുള്ള് തിരക്കായിരിക്കും. അപ്പം ഇതിൻ്റെ റൈറ്റ് സൈഡിൽ നമുക്ക് വൈകിട്ടൊക്കെ വന്നിരിക്കാനും മറ്റേ കോർണിഷിനേക്കാളും കുറച്ചും കൂടെ ഒരു നാച്ചുറാലിറ്റി ഇവിടെ കേട്ടോ. ഒരു ബീച്ചിൻ്റെ ഒരു സംഭവം, നമ്മൾ ആ ഒരു കാറ്റും കാര്യങ്ങളും എല്ലാം അനുഭവിച്ച് നമുക്ക് ഇവിടെ ഇരിക്കാൻ പറ്റും അത്യാവശ്യം. അപ്പം ഞാൻ നിങ്ങളെ ഇവിടുന്ന് നേരെ അങ്ങോട്ട് കൊണ്ടുപോകാം. അപ്പം ഇതിൻ്റെ എൻഡിൽ ഞാൻ കാണിക്കാം. കാരണം അകത്ത് ഒരുപാട് ചെറിയ ചെറിയ ഷോപ്പല്ല, ചെറിയ ചെറിയ കഫ്തേരിയൊക്കെ ഇല്ലേ, ചെറിയ ചെറിയ ഐറ്റംസ്, ഈ ചോളമൊക്കെ നമുക്ക് ഉണ്ടാക്കി തരുന്നതും അതുപോലെ തന്നെ ടീ ഷോപ്പ് അങ്ങനെയുള്ള ഒരുപാട് ഐറ്റംസൊക്കെ ഉണ്ട് കേട്ടോ ഇതിൻ്റെ എൻഡിൽ. ഈ റോഡ് എൻഡ് ചെല്ലുന്നിടം നമ്മൾ നേരത്തെ കണ്ടില്ലേ, ഒരു ചെറിയൊരു സ്തൂപം പോലെ കണ്ടില്ലായിരുന്നു അപ്പുറത്തെ ഒരു ദ്വീപിൽ, ആ ഒരു സൈഡിലോട്ടാണ് ചെറുത് ആ കാണുന്നില്ലേ, അവിടെയാണ് എൻഡ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ റൈറ്റ് സൈഡിലാണ് ഒരുപാട് കപ്പലും ചെറിയ ചെറിയ ബോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ നിന്നൊക്കെ ഓരോരുത്തർ പോകുന്നുണ്ട് ഫിഷിങ്ങിനും. അതുപോലെ തന്നെ ഓരോരോ കോസ്റ്റ് ഗാർഡിൻ്റെയൊക്കെ ഓരോ ഷിപ്പൊക്കെ ഇതിലേക്കൂടെയൊക്കെ പോകും ഇടയ്ക്കിടയ്ക്ക്. അപ്പം ഇത് പണ്ടത്തെ ഒരു ചെറിയൊരു ഒരുപാട് നാളത്തെ പഴക്കമുള്ളൊരു ഏരിയ കേട്ടോ ഇത്. അപ്പം ഇവിടെ ഇതിനകത്തോട്ട് കയറി വരുമ്പോഴത്തേക്കിന് നമ്മുടെ ഞാൻ പറഞ്ഞില്ല ചോളം അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാം നമുക്കിവിടെ കിട്ടും. ചെറിയ ചെറിയ ഫ്രൂട്ട്സ് അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം നമുക്കിവിടെ കിട്ടും. അപ്പോൾ ഇവിടുന്ന് നമുക്ക് വാങ്ങിച്ച് കഴിക്കാനും അതുപോലെ തന്നെ ഇതിനകത്തുള്ള ആ ഫ്രണ്ടിൽ കാണുന്ന പോർഷനല്ലേ അവിടെയും പാർക്കാണ്.
അതും നല്ല രസമുള്ളൊരു പാർക്കാണ്. നമ്മളൊരു നാട്ടിലത്തെ ഒരു രീതിയുള്ള പാർക്ക് പോലെ. കാരണം ഈ ഇതിൻ്റെ സെൻറ്ററിൽ ചെറിയൊരു ദ്വീപമായതുകൊണ്ട് ഇതിനകത്ത് നന്നായിട്ട് വൃക്ഷങ്ങളും കാര്യങ്ങളൊക്കെ നന്നായിട്ട് പിടിക്കും. അതുപോലെ തന്നെ ഈ സൈഡിൽ മാത്രം കാക്കയുണ്ട് കേട്ടോ. നമ്മുടെ നോർമലി സൗദിയിൽ കാക്കകളെ കാണുന്നത് കുറച്ച് കുറവാണ്. ഈ സൈഡിൽ ഇവിടെ ഈ ഒരു പോർഷനിൽ ഈ ഒരു ദ്വീപിൻ്റെ സൈഡിൽ കാക്കകളെ നന്നായിട്ട് കാണാൻ പറ്റും. അതിവിടെ ഉള്ളവർക്ക് മനസ്സിലാവും, കാക്കകളെ നമ്മളങ്ങനെ പൊതുവെ ഇവിടെ കാണത്തില്ല. പക്ഷേ അതുകൊണ്ട് ഈ ഒരു സൈഡിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാക്കയെ കാണാൻ പറ്റും കേട്ടോ. പിന്നെ നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ അങ്ങോട്ട് കാരണം ഇത് ഇത്രയേ ഉള്ളൂ, ഇത് എൻ്റെ ആണ്. നമ്മളിവിടെ എത്തിയിരിക്കുകയാണ്. അപ്പം നല്ല ഹ്യൂമിഡിറ്റി ഉണ്ട് കേട്ടോ, ഒരു രക്ഷയില്ലാത്ത ഹ്യൂമിഡിറ്റി ഇല്ല. അവിടുന്ന് ഞാൻ ഇവിടെ വന്നപ്പോഴത്തേക്കിട്ട് ഒരുമാതിരി മൊത്തത്തിൽ അത് ഫേസിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം ഇവിടെ നല്ല ഹ്യൂമിഡിറ്റിയാണ്. കാരണം ഇവിടെയാണ് ബീച്ച് ഉള്ളത്. പിന്നെ റിയാദിൽ ബീച്ചില്ല, പിന്നെ തായിഫിലില്ല, പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ജദ്ദയിൽ മാത്രമേ ഉള്ളൂ ചെങ്കടലുള്ളത്. അപ്പം അതിനിപ്പുറത്തോട്ട് വരാൻ വേണ്ടിയിട്ട് നമുക്ക് മാത്രമേ ഉള്ളൂ, നമുക്ക് സ്വന്തമായിട്ട് തന്നേക്കുന്ന ഒരു അവകാശമാണ് ഈ ഒരു ബീച്ച് എന്ന് പറയുന്നത്. ഇവിടുത്തെ നമ്മുടെ സ്വന്തം ഒരു ദമാമിലും കോവാറിലും ഉള്ളവർക്ക് നമുക്ക് മാത്രമേ ഉള്ളൂ കോർണിഷ്. കാരണം നമുക്ക് മാത്രമേ ഉള്ളൂ ഇവിടെ ബീച്ച്. അത് കഴിഞ്ഞാൽ പിന്നെ ജദ്ദ, യാംബു അങ്ങോട്ടൊക്കെയുണ്ട് ബീച്ച്. അത് ചെങ്കടലാണ് വരുന്നത്. അപ്പോൾ റിയാദിലുള്ളവർ ബീച്ച് കാണണമെന്നുണ്ടെങ്കിൽ അവർ ഇങ്ങോട്ടാണ് അവർ വരുന്നത്. അപ്പം നമ്മുടെ മാത്രം സ്വന്തം അഹങ്കാരമാണ് ഈ ഒരു ബീച്ച് ഇവിടുത്തെ. അപ്പം ലാസ്റ്റിൽ അപ്പോൾ ഇനിയിപ്പം ഇവിടെ ഒരുപാട് ടൂറിസ്റ്റേഴ്സ് ഉണ്ട് കേട്ടോ. ഒരുപാട് ടൂറിസ്റ്റേഴ്സ് അല്ല, ഇവിടെ ഒരുപാട് ആൾക്കാർ ഫിഷിങ്ങിന് വന്നിട്ടുണ്ട്. ഇവിടെ ഒരുപാട് ആൾക്കാർ ഫിഷിങ്ങിന് ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പം ഞാനന്ന് ഈ ചൂണ്ടയും കാര്യങ്ങളെല്ലാം ഒന്ന് സെറ്റ് ആക്കിയിട്ട് കുറച്ചും കൂടെ താഴോട്ട് വേണം ഇറങ്ങാൻ. ഇനിയിപ്പോൾ ഇതിൻ്റെ ഈ ഒരു പോർഷൻ താഴെ നമുക്ക് ചൂണ്ടയിടാനുള്ളത്. അപ്പം അങ്ങോട്ടൊക്കെ പോയിട്ട് ഞാൻ സെറ്റ് ആക്കിയിട്ട് ഞാനിവിടെ വീഡിയോ സെറ്റ് ചെയ്യാം. അപ്പോൾ ഗൈസ് ഒന്നും പറയില്ല കേട്ടോ. ഈ ഒരു സമയത്ത് ഹ്യൂമിഡിറ്റി ഒഴിച്ച് ബാക്കി ഇവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ എല്ലാം അടിപൊളിയായിട്ടുണ്ട്. അങ്ങ് ദൂരെ കാണാം നമുക്ക് കപ്പൽ. ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു സൈഡാണ് കടലെന്ന് പറയുന്നത്. ദൂരേന്ന് കപ്പലിങ്ങനെ പോകുന്നതാണ്. അപ്പോൾ ഗൈസ് ഞാനിപ്പോൾ താഴോട്ട് ഇറങ്ങി. ഇനിയിപ്പോൾ നമുക്ക് ഓരോ പ്രിപ്പറേഷൻ തുടങ്ങാം ചൂണ്ടയിടാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനാണെങ്കിൽ ഇതാണ് കൊണ്ടുവന്നേക്കുന്നത്. കാരണം ഇത് നമ്മുടെ ഫിഷ് പിടിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് ഇട്ടുകൊണ്ട് പോകാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഇതാണ്. അപ്പം ഇതിനകത്ത് ഇട്ടുകൊണ്ട് നമുക്ക് പോകാമല്ലോ. പിന്നെ ഉള്ളതെന്ന് പറയുമ്പോഴത്തേക്കിന് നമ്മുടെ കത്രിക. കാരണം ഇത് നോർമൽ കത്രിക. കാരണം ഈ ചെമ്മീൻ ജസ്റ്റ് പീസ് ആക്കണമെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് ചെയ്യത്തേ ഉള്ളൂ. പിന്നെ ഇത് അത്യാവശ്യം വലിയ സൈസുള്ള സാധനം മീനെങ്ങനെ കയറുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചൂണ്ട പൊട്ടിക്കാതെ ഇങ്ങനെ കൊരുത്ത് മേലോട്ട് കയറ്റിയിടാമല്ലോ. അപ്പോൾ അതിനുള്ളൊരു ടൂളാണിത്. അപ്പം ഇതാണ് നമ്മുടെ ചൂണ്ട. അപ്പം ഇത് കുറേ നാളായി ഞാനിപ്പോൾ ഉപയോഗിച്ചിട്ട്. അപ്പം ഇന്ന് നമുക്കൊരു വ്ളോഗിന് വേണ്ടിയിട്ട് ഞാൻ പിന്നെ എടുത്തതാണിത്. അപ്പോൾ ഇത് അപ്പോൾ നമുക്കാണെങ്കിൽ അത്യാവശ്യത്തിന് ഉപയോഗിക്കാനൊക്കെ കുഴപ്പമില്ല ഈ സാധനം കേട്ടോ. പിന്നെ ആണെങ്കിൽ നമുക്കിവിടെ കൊഞ്ച്, പിന്നെ ഈ ഒരു സാധനമില്ല, ഇത് അത്യാവശ്യം ഇവിടെ ഫിഷിംഗ് ഒക്കെ ഇടുന്നവർക്ക് അറിയായിരിക്കും. പക്ഷേ ഇത് ഞാനത് വാങ്ങിച്ചു വെച്ചു. പക്ഷേ ഇത് വെറുതെ കേട്ടോ. കാരണം ഇതെന്ന് പറയുന്ന അവർ പറഞ്ഞത് നമ്മൾ ചുമ്മാ ഇട്ട് കൊടുത്താൽ മതി, ഇതിൻ്റെ കൂടെ ഒന്നും തീറ്റയോ കാര്യങ്ങളൊന്നും ഇട്ട് കൊടുക്കാതെ നമ്മളിട്ട് കഴിഞ്ഞാൽ ഫിഷ് വന്ന് പിടിക്കുമെന്നൊക്കെയാണ് പറയുന്നത്. ചുമ്മാതാ. പക്ഷേ അത് ഞാനങ്ങനെ അതിൻ്റെ 2 സെറ്റൊക്കെ വാങ്ങിച്ച് വെച്ചിട്ട് ഞാൻ ട്രൈ ചെയ്ത് നോക്കി. പക്ഷേ പറ്റിയില്ല, ഒന്നും കിട്ടിയൊന്നുമില്ല. വെറുതെ നമ്മളുള്ള സമയം കളയത്തേ ഉള്ളൂ. അതുകൊണ്ട് അപ്പം ഞാനപ്പോൾ ഇനി പരിപാടിയിലോട്ട് തുടങ്ങാൻ പോവാണ് ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്ക് പതുക്കെ ഓരോ കാര്യങ്ങളോട്ട് പോവാം ഇനി. കാരണം ഇവിടെ പൂച്ചകൾ ഒരുപാടുള്ളതുകൊണ്ടേ, കാരണം നമുക്ക് ഈ ഒന്നും പറയാൻ പറ്റില്ല. ഇവിടെ സാധനം എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഈ പൂച്ചകളെടുത്തൊന്ന് പോയി അങ്ങനെ
ഗൈസ് നമ്മൾ ചൂണ്ടയിൽ കൊരുത്തിട്ടുണ്ട്. ചെമ്മീൻ തന്നെ കൊരുത്തേക്കുന്നത് 3 കൊളുത്തുണ്ട് കേട്ടോ. ഞാൻ 3 കൊളുത്താണ് ഇട്ടേക്കുന്നത്. അപ്പം നമുക്കൊന്ന് ഇറങ്ങി നോക്കാം. ഇവിടെ നല്ല പൂച്ചയുടെ ശല്യമുണ്ട് കേട്ടോ. നമ്മൾ ഈ സാധനം ഇവിടെ വെച്ച് കഴിഞ്ഞാൽ പൂച്ചകൾ അടിച്ചുകൊണ്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്കൊന്ന് ഇറങ്ങി നോക്കാം എന്തായാലും കിട്ടുമോ ഇല്ലയോ നമുക്കൊന്ന് അറിയണം. ഇതാ അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ഫിഷ് കിട്ടിയിരിക്കുകയാണ്. അങ്ങനെ ഗായ്സ് നമ്മുടെ രണ്ടാമത്തെ മീനെ കിട്ടി കേട്ടോ. ഇതൊരു രക്ഷയില്ല. എൻ്റെ ചൂണ്ടയൊക്കെ പൊട്ടി കേട്ടോ. കാരണം ഇത് ചൂണ്ട വലിച്ച് പൊട്ടിച്ചിട്ട് ഈ പൊട്ടിപ്പോയ സാധനത്തെ കൊണ്ട് ഞാൻ കൈകൊണ്ട് പിടിച്ച് കയറ്റിയതായി ഈ സാധനത്തെ. ഒരു രക്ഷയില്ലാത്ത സാധനം കേട്ടോ. നല്ല സൈസുണ്ട് ഈ സാധനം. അയ്യോ, അങ്ങനെ ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാതെ ഈ ഒരു സാധനം കിട്ടി. കുറച്ച് ലേറ്റായെങ്കിലും ഉണ്ടല്ലോ, നമ്മൾ ഈ വെയിറ്റ് ചെയ്തത് ക്ഷമ വേണം ഇതിനൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. എന്തായാലും സാധനം കിട്ടി. ഞാൻ വിചാരിച്ചത് പോകുമെന്ന് വിചാരിച്ച്. എന്തായാലും നമ്മുടെ കയ്യിൽ കിട്ടി ഗൈസ്. ഒന്നും പറയില്ല, സൂപ്പർ സാധനം അത് കേട്ടോ. അങ്ങനെ ഗൈസ് ഒരു രക്ഷയില്ലാത്ത മീൻപിടുത്തമായിരുന്നു. ഇത് ഫുള്ള് വേർത്ത് ഹ്യൂമിഡിറ്റി അവിടെ ഫുള്ളായിട്ട്. അങ്ങനെ എന്തായാലും നമ്മൾ ഇത്രയും നേരം കഷ്ടപ്പെട്ടിട്ട് നമുക്ക് ഒരു അത്യാവശ്യം നല്ല വലുപ്പമുള്ളൊരു സാധനത്തെ കിട്ടി. പിന്നെ അതിൻ്റെ നമ്മുടെ കൈയുടെ വലിപ്പത്തിലുള്ള ഇതും കൂടെ കിട്ടി. പക്ഷേ കുഴപ്പമില്ല. അപ്പോൾ ഈ സമയത്തെന്ന് പറയുമ്പോഴത്തേക്കിന് ഇവിടെ മീൻ ഒന്നാമത് കുറവായിപ്പം. ഈ ഒരു ടൈമിൽ ചൂട് സമയമായതുകൊണ്ട് മീൻ കയറി വരുന്നില്ല കരയിലോട്ട്. നമ്മൾ ബോട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കടലിൽ പോയിട്ട് മീൻ പിടിച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് മീനെ കിട്ടിയാൽ. പക്ഷേ എന്നാലും കുഴപ്പമില്ല. ഇതൊരു എക്സ്പീരിയൻസ് ആണ്. ചുമ്മാ നമുക്കൊക്കെ വെറുതെ വീട്ടിൽ പോയിരുന്നിട്ട് അല്ലെങ്കിൽ ഒരു എൻ്റർടൈനിങ് അത്രേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഞാൻ വൈൻഡ് അപ്പ് ചെയ്യുകയാണ് ഗൈസ്. സമയം ഒരുപാട് ലേറ്റ് ആവുന്നു. അപ്പം അടുത്തൊരു വ്ളോഗുമായിട്ട് എൻ്റെ വീഡിയോ അടുത്തായിട്ടുണ്ടാവും. അപ്പം സമയം വൈകുന്നുണ്ട് ഗൈസ്. അപ്പം ഞാൻ എൻ്റെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവുകയാണ്. അപ്പം അടുത്തൊരു വ്ളോഗായിട്ട് അടുത്തൊരു ഡെസ്റ്റിനേഷനിൽ ഞാൻ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. അപ്പം ടേക്ക് കെയർ. ബൈ ബൈ.